Determination of price elasticity of demand. Price elasticity of demand. Price elasticity of demand is a measurement of change in consumption of production in relation to a change in its price. ഒരു പ്രൊഡക്റ്റിൻ്റെ കൺസെപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ആ പ്രൈസ് കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ കൺസെപ്ഷനും ചേഞ്ച് ഉണ്ടാവും. സോ ആ ചേഞ്ചിൻ്റെ ഒരു മെഷർമെൻറ്റിനെയാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. Economists use price elasticity to understand how supply and demand for a product changes when its price changes. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിൻ്റെ സപ്ലൈയിലും ഡിമാൻഡിലും എന്തൊക്കെ ചേഞ്ച് വരുന്നതെന്ന് മനസ്സിലാക്കാനാണ് എക്കണോമിക്സ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി യൂസ് ചെയ്യുന്നത്. Determination of price elasticity of demand on the basis of total revenue test. On the basis of total revenue, we can determine whether the demand is elastic or inelastic. ടോട്ടൽ റവന്യൂൻ്റെ ബേസിൽ നമുക്ക് ഒരു ഡിമാൻഡ് ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. If an increase in the price causes an increase in total revenue, then the demand can be said to be an inelastic. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടിയാൽ അതിൽ ടോട്ടൽ റവന്യൂവും കൂടുക എന്നുണ്ടെങ്കിൽ ആ ഒരു ഡിമാൻഡിനെ നമുക്ക് ഇൻഇലാസ്റ്റിക് എന്ന് പറയാം. This is because the increase in the price does not have a large impact on quantity. Examples of inelastic. First one, salt. Salt is inelastic because there are no good substitutes. It is a necessity to most people and it represents a small portion of most people's budget. Salt എന്ന് പറയുന്നതൊരു ഇൻഇലാസ്റ്റിക് പ്രോഡക്റ്റാണ്. അതിനെ റീപ്ലേസ് ചെയ്യാൻ നമുക്കൊരിക്കലും പറ്റില്ല, കാരണം അതിന് വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡില്ല. സോ സോൾട്ടിന് എത്ര പ്രൈസ് കൂട്ടിയാലും ആൾക്കാരത് വാങ്ങും, കാരണം എല്ലാവർക്കും അതൊരു അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. സോ salt is an inelastic product. Second one is an example of perfectly inelastic demand would be a life-saving drugs that people will pay any price to obtain. Even if the price of the drug would increase dramatically, the quantity demand would remain unchanged. അടുത്തെന്ന് പറയുന്നത് ലൈഫ് സേവിങ് ഡ്രഗ്സ് ആണ്. അതിൻ്റെ പ്രൈസ് എത്ര കൂട്ടിയാലും ആൾക്കാരത് പേ ചെയ്ത് വാങ്ങുകയും ചെയ്യും. അതിൻ്റെ ഡിമാൻഡ് ഒരിക്കലും മാറുന്നില്ല, അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. സോ അതിന് എത്ര പ്രൈസ് കൂട്ടിയാലും ആൾക്കാരത് വാങ്ങും. So this is another example of inelastic product. If an increase in the price causes a decrease in total revenue, then the demand can be said to be elastic. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടി ദെൻ അതിൻ്റെ ടോട്ടൽ റവന്യൂ ഡിക്രീസ് ആവുകയാണെങ്കിൽ നമുക്ക് ആ ഡിമാൻഡിനെ നമ്മൾ ഇലാസ്റ്റിക് എന്ന് പറയാം. This is because the increase in the price has a large impact on the quantity demanded. If the change in price results no change in total revenue, then the elasticity is unitary. That means E equal to 1. Examples of elastic. A change in price of luxury car can cause a change in quantity demanded. If a luxury car producer has a surplus of cars, they may reduce their price in an attempt to increase demand. ഇവിടെ ഒരു ലക്ഷറി കാറിൻ്റെ പ്രൈസ് കൂട്ടുകയാണ്. സോ അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. അപ്പോൾ ലക്ഷറി കാർ ആ പ്രൊഡ്യൂസർ കാറിൻ്റെ പ്രൈസ് കുറച്ചു. എന്തിനാന്ന് വെച്ചാൽ ഡിമാൻഡ് കൂടാനാണ്. ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടി അതിൻ്റെ ഡിമാൻഡ് കുറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റിനെ ഇലാസ്റ്റിക് എന്ന് പറയാം. സോ ദിസ് ഈസ് വൺ ഓഫ് ദ എക്സാമ്പിൾ ഓഫ് ഇലാസ്റ്റിക് പ്രൊഡക്റ്റ്. സെക്കൻഡ് വൺ ഇസ് if the people like both tea and coffee and the price of tea goes up, people will have no problem switching over to coffee. The demand for tea will thus fall and demand for coffee will increase. The product as substitute for each other. ഇവിടെ ആൾക്കാർക്ക് കോഫിയും ടീയും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ടീൻ്റെ വില കൂട്ടിയാൽ ആൾക്കാർക്ക് ഒരു പ്രോബ്ലം ഇല്ല കോഫിയിലോട്ട് മാറാൻ. അങ്ങനെ വരുമ്പോൾ ടീൻ്റെ ഡിമാൻഡ് കുറയും, കാരണം അതിൻ്റെ പ്രൈസ് കൂടി. അപ്പോൾ മറ്റേതിൻ്റെ ഡിമാൻഡ് കൂടും. ഇത് രണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റാണ്. സോ ഒന്ന് കൂടുമ്പോൾ മറ്റേതിൻ്റെ ഇത് കൂടും. So this is another example of elastic product. Next, graphical representation of inelastic and elastic demand. First one is elastic. Here, change in the price leads to bigger percentage change in demand. അവിടെ പ്രൈസ് ചേഞ്ച് മൂലം അവിടെ ഡിമാൻഡിന് വലിയൊരു പെർസെൻറ്റേജ് ചേഞ്ചാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. Here D denotes demand and x-axis denotes quantity and y-axis denotes price. ഇൻഇലാസ്റ്റിക് പ്രൈസ് ചേഞ്ച് മൂലം ഡിമാൻഡിൽ ചെറിയൊരു പെർസെൻറ്റേജ് ചേഞ്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ സമ്മറൈസ് ചെയ്തിട്ടുള്ളൊരു ബോക്സാണിത്. In first column, degree of elasticity. In second, change in price. Third, impact on demand. Fourth, what happens to total revenue. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഇനിലാസ്റ്റിക്കിലാകുമ്പോൾ ഫേം അതിൻ്റെ പ്രൈസ് കുറച്ച് കൂട്ടുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറച്ച് കുറയും. സോ അതിൻ്റെ ടോട്ടൽ റവന്യൂ ഇൻക്രീസ് ആവും. ഇനി ആ പ്രോഡക്റ്റ് കുറച്ച് പ്രൈസ് കുറയ്ക്കുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടുകയും അതിൻ്റെ ടോട്ടൽ റവന്യൂ ഡിക്രീസ് ആവുകയും ചെയ്യും. ഇനി ഇലാസ്റ്റിക്കിലാകുമ്പോൾ ഒരു ഫേം അതിൻ്റെ പ്രൈസ് കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആകും, അതിൻ്റെ ടോട്ടൽ റവന്യൂ ഇൻക്രീസ് ആകും. ഇനി ഫേം അതിൻ്റെ പ്രൈസ് കുറച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കുറയുകയും അതിൻ്റെ ടോട്ടൽ റവന്യൂ കുറയുകയും ചെയ്യും. ഇൻ യൂണിറ്റ് ഇലാസ്റ്റിക്കിൽ ഫേം അതിൻ്റെ പ്രൈസ് കുറച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്ര കൂട്ടിയോ അതിന് ഈക്വലായിട്ടായിരിക്കും അതിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ആവുന്നത്. പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഇൻക്രീസ്ഡ് ഇൻ പ്രൈസ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ റവന്യൂ റിമെയിൻസ് ദ സെയിം. ഇനി ഫേം അതിൻ്റെ പ്രൈസ് കുറച്ച് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം, ദ പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ ദ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഡിക്രീസ് ഇൻ പ്രൈസ്. അപ്പോൾ ടോട്ടൽ റവന്യൂ റിമെയിൻസ് സ്റ്റിൽ സെയിം. Thank you.